എന്താ ചെറിയമ്മ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഭക്തരല്ലേ, ആപത്ത് സമയത്ത് രക്ഷിക്കാൻ ദൈവം വരുമെന്ന് പറയാറില്ലേ? വരും, ഉറപ്പായിട്ടും വരും. എന്തൊക്കെ എടുക്കാൻ അവരനുവദിക്കുമെന്നറിയില്ല. അവരനുവദിക്കുന്നത് മാത്രം എടുത്താൽ മതി. സർ, എന്താ സർ ഇത്? ഒരു നോട്ടീസ് പോലും ഇല്ലാതെ. മിസ്റ്റർ വരുൺ, നോട്ടീസൊക്കെ എപ്പോഴേ തയ്യാറായതാണ്. കണിമംഗലത്തിന്റെ ഉമ്മറത്ത് അങ്ങനെ ഒരു നോട്ടീസ് വരരുതെന്ന് പരമേശ്വരൻ സാറിന്റെ താല്പര്യമായിരുന്നു. പേഴ്സണലി എനിക്കും അത് ഇഷ്ടമായിരുന്നില്ല. അനുവദിക്കാവുന്ന സമയം മുഴുവൻ അനുവദിച്ചു. ഇതിപ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. സർ, നിങ്ങൾ നടപടികൾ ആരംഭിച്ചോളൂ. താൻ ഇവർക്ക് തടസ്സം ഉണ്ടാക്കരുത്. ഞാൻ ഇവരെ തടയോ ബഹളം വയ്ക്കോ ഒന്നും ചെയ്തില്ലോ സാർ. പിന്നെന്താ? ഓ, ജപ്തി നടപടികൾക്കൊക്കെ വരുമ്പോ ഇങ്ങനെ രൂക്ഷമായിട്ട് സംസാരിക്കണമെന്ന ഒരു രീതി ഉണ്ടായിരിക്കും അല്ലേ? വരുൺ, ഏയ് ഒന്നുമില്ല ചാ. സാർ, ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. തന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം താൻ ചെയ്തല്ലോ ചിദംബരം. നിങ്ങളുടെ നടപടികൾ നടക്കട്ടെ. സാർ, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളൊന്നും ഞങ്ങൾ അറ്റാച്ച് ചെയ്യുന്നില്ല. അതൊക്കെ സാറിനും സാറിന്റെ കുടുംബത്തിനും കൊണ്ടുപോവാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. വരൂ. എല്ലാത്തിനും കാരണം ഞാനാ. എന്റെ പിടിപ്പുകേടാ. ആരും നിന്നെ കുറ്റപ്പെടുത്തില്ലടാ. നമ്മുടെ കുടുംബത്തിനൊരു വലിയ വീഴ്ച സമയമാണ്. നമ്മൾ വീണു, അത്രേ ഉള്ളൂ. ചെറിയമ്മേ, ഇതൊക്കെ കാണാൻ സുഖമുള്ള കാഴ്ച. പക്ഷേ ഇവരുടെ കൂടെ തെരുവ് തണ്ട നമ്മളും പോണ്ടേ? ഇതൊന്നും അല്ല കൽപ്പന യഥാർത്ഥ കാഴ്ച. അത് നീ കാണാനിരിക്കുന്നേ ഉള്ളൂ. നീ മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന എല്ലാവരും. എന്താ ചെറിയമ്മ ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഭക്തരല്ലേ, ആപത്ത് സമയത്ത് രക്ഷിക്കാൻ ദൈവം വരുമെന്ന് പറയാറില്ലേ? വരും, ഉറപ്പായിട്ടും വരും.
ഏട്ടാ എന്താ ഇതൊക്കെ? ജപ്തി നടക്കുക. ബാങ്ക് മാനേജറും പോലീസും ഒക്കെ അകത്തുണ്ട്. ഉർവശി, താൻ ആ മാനേജറോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറ. ശരി. അവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട ചന്ദ്രശേഖര. തരാവുന്ന അവധിയെല്ലാം അവർ തന്നു കഴിഞ്ഞതാ. നമ്മുടെ സ്ഥിതി വളരെ മോശമാ. മോശമായതല്ലല്ലോ ഏട്ടാ, മോശമാക്കിയതല്ലേ എല്ലാരും കൂടി. ഏറെ നാളത്തെ ജയിൽവാസത്തിന് ശേഷം ഞാൻ എന്റെ കുടുംബത്തേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച ഇതാ. എന്റെ ഏട്ടനും ഏട്ടത്തിയും അമ്മയൊക്കെ തെരുവിൽ നിൽക്കുന്നു. അത് അനുവദിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എന്താ സാർ, കണിമംഗലം പോലൊരു കുടുംബത്തിന്റെ ഉള്ളിൽ കയറി ഇത്രയും അക്രമങ്ങളൊക്കെ കാണിക്കാൻ ധൈര്യമായോ നിങ്ങൾക്ക്? നോക്കൂ, ഞങ്ങൾക്ക് യാതൊരു വാശിയില്ല. അത് പരമേശ്വര സാറിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇപ്പോ ഈ നിമിഷം തന്നെ ബാങ്കിലേക്ക് അടയ്ക്കാനുള്ള തുക മുഴുവനായിട്ട് തിരിച്ചടയ്ക്കാൻ ഒക്കുമെങ്കിൽ വന്നതുപോലെ ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. എന്താ സാർ? ഞാൻ മാനേജറോട് സംസാരിക്കുന്നു. അതിൻ്റെ ഇടയിൽ സാറിന്റെ ആവശ്യമില്ല. സാർ, നിങ്ങളെല്ലാം ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങണം. കണിമംഗലത്തിന് ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ അനുവദിച്ചു തരില്ല. ചന്ദ്രശേഖര, ഏട്ടനൊന്നും ഉണ്ടായിരിക്കെ, മറുപടി അവർ പറയട്ടെ. പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ മടങ്ങാം. പക്ഷേ ബാങ്കിന്റെ ബാധ്യതകൾ തീർക്കാൻ നിങ്ങൾ തയ്യാറാണോ? അത്രയും തുക എന്നെ കൊണ്ട് നടക്കില്ല. പിന്നെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന യാതൊരു അർത്ഥവുമില്ല. ജപ്തി നടപടികൾ നടക്കും. നോ സർ, എന്നെ കൊണ്ട് നടക്കില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. ആരെക്കൊണ്ടും ഇത് സാധിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ബാങ്കിന്റെ ബാധ്യത ഏതാനും നിമിഷങ്ങൾക്കകം തീരും. അതിനുള്ള ആളിപ്പോ എത്തും.